ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ആടിൻ്റെ രക്തം കൊണ്ട് തോരൻ വയ്ക്കാൻ പോവുകയാണേ. ആദ്യം സവാള ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ ജീരകവും മല്ലിയും വറ്റൽമുളകും കുരുമുളകും കൂടി പൊടിച്ചെടുക്കും. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും സവാളയും കൂടി മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒരു അടിയടിക്കത്തേ ഉള്ളൂ. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചെടുത്താൽ മതി. അതെല്ലാം കൂടി ചതച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കടുക് താളിച്ചിട്ട് കറിവേപ്പില ഇടും. എന്നിട്ട് ഈ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രക്തം കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അതിനെ ഉടച്ചെടുത്തിട്ട് നമ്മൾ ഈ സവാളയുടെ കൂട്ടിൻ്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്ത് വഴട്ടിയെടുത്തിട്ട് അതിന് മുമ്പ് കുറച്ച് ആവശ്യത്തിന് തേങ്ങ തിരികെ വെച്ചേക്കണം. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇളക്കി പരുവമായിട്ട് വരുമ്പോഴത്തേക്കും ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ തേങ്ങ അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാല കൂട്ടി ചെയ്ത് വെച്ചിരുന്ന അതും കൂടി ഇട്ട് ഇളക്കിയെടുക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ആട്ടിൻ്റെ രക്തം കൊണ്ട് തോരൻ വയ്ക്കുന്നത്.